സൂപ്പ് മാഷാല്ലാ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പാണ്. അസ്സലാമലൈക്കും. എൻ്റെ പേര് തസ്ലിം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതെന്ന് പറഞ്ഞാൽ എസോഗലിൻ എന്ന് പറഞ്ഞൊരു സൂപ്പാണ്. എസോഗലിൻ ചോർബ എന്നാണ് ടർക്കിയിൽ പറയുന്നത്. അപ്പോൾ ഈ സൂപ്പ് നമുക്ക് വീടുകളിൽ നല്ല എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ കഴിയും. കുട്ടികൾക്ക് നമുക്ക് ഇത് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്, അതുപോലെ തന്നെ ഹെൽത്തിയാണ്. ഇവിടെ എൻ്റെ മകൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സൂപ്പും കൂടിയാണ് ഈ എസോഗലിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നാട്ടിൽ കിട്ടാൻ ചാൻസ് ഇല്ലാത്ത ഒരു ഇൻഗ്രീഡിയന്റ് മാത്രമേ ഉള്ളൂ. അതിന്റെ പേര് ബുൾഗുർ എന്നാണ്. ബുൾഗുർ റൈസ്. ബുൾഗുർ റൈസ് എന്താന്ന് പറഞ്ഞാൽ നമ്മളുടെ നാട്ടിലെ ഗോതമ്പുണ്ടല്ലോ, ഗോതമ്പിനെ പുഴുങ്ങിയെടുത്തിട്ട് ഉണക്കി ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നതാണ് ഈ ബുൾഗുർ എന്ന് പറയുന്നത്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ സൂപ്പിനുള്ളൂ. അതിനകത്ത് നമുക്ക് വേണ്ടത് ഒരു മീഡിയം സൈസ് സവാളയാണ്. ഇത് ഒരു ഗ്ലാസ് മാജിമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലെ മൈസൂർ പരിപ്പ്, പിന്നെ അതുപോലെ തന്നെ അര ഗ്ലാസ് അരി, പിന്നെ അര ഗ്ലാസ് ഈ ബുൾഗുർ. ഇത്രയും സാധനം മാത്രമാണ് ഇതിന്റെ ബേസ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. പിന്നെ വേണ്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൊമാറ്റോ പേസ്റ്റ് ആണ്, അതായത് ഇവിടുത്തെ സൽസ. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ നാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാരികയല്ല, നാന എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ കിട്ടുന്ന മിന്റ് ഉണ്ടല്ലോ, മിന്റ് ലീഫിനെ ഉണക്കി പൊടിച്ചെടുത്താണ് നാന എന്ന് പറയുന്നത്. പിന്നെ വേണ്ടത് കുരുമുളക് പൊടി, പിന്നെ അതുപോലെ തന്നെ പുൽബിവാറ്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഇത് കുക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഓരോ ഇൻഗ്രീഡിയൻസ് പറഞ്ഞുതരാം. ഇപ്പൊ നമുക്ക് ഇതിന്റെ കുക്കിങ്ങിലോട്ട് കിടക്കാം. നമ്മളുടെ പാത്രം ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമ്മളൊരു 3 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിക്കുകയാണ്. ഒലിവ് ഓയിൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കുകയാണ്. അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് കത്തി വെച്ചിരിക്കുന്ന സവാള ചേർക്കണം. സവാള ഒന്ന് റെഡിയായി വരുന്ന സമയത്ത് നമുക്ക് ഒരു 3 അല്ലി വെളുത്തുള്ളി തയ്യാറാക്കാം. ഈ എസോഗലിൻ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ചുക്കാപ്പി പോലെയാണ്. ഇവിടെ ആർക്കെങ്കിലും വല്ല പനിയോ അങ്ങനെ പറയുകയാണെങ്കിൽ എല്ലാവർക്കും ഇവിടെ എസോഗലിൻ ചോർബാണ് കൊടുക്കുന്നത്. നമ്മുടെ നാട്ടിലെ കഞ്ഞി കൊടുക്കത്തില്ലേ, അതുപോലെയാണ് സംഭവം. നമ്മൾ കട്ട് ചെയ്ത് വെച്ച വെളുത്തുള്ളി അതിലോട്ട് ചേർത്തു. അതിനുശേഷം നല്ലോണം ഇളക്കി കൊടുക്കുക. ഉള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കണം, ഒരു ബ്രൗൺ നിറം ആവുന്നത് വരെ. അപ്പം ഉള്ളി ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന അരിയും പിന്നെ ബുൾഗുർ റൈസും ചേർക്കുക. അതിനുശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഒരു 1 മിനിറ്റ് നേരം റോസ്റ്റ് ചെയ്താൽ മതിയാവും. 1 മിനിറ്റ് റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലോട്ട് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന മൈസൂർ പരിപ്പ് അല്ലെങ്കിൽ മാജമിക്ക് നമ്മളതിൽ ചേർക്കുകയാണ്. അതിനുശേഷം വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഗ്ലാസ് മാജമിക്ക്, അതായത് 1 ഗ്ലാസ് പരിപ്പ്, അര ഗ്ലാസ് അരി, അര ഗ്ലാസ് ബുൾഗുറാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ ഏതാണ്ട് 2 മിനിറ്റ് നേരത്തോളം ഇതിനെ ഒന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്കൊരു 1 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് മാജമിക്കിന് 1 ലിറ്റർ വെള്ളമാണ് കണക്ക്. നമുക്ക് വേണമെങ്കിൽ കുറച്ച് അധികം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒഴിക്കുന്നത് 1 ലിറ്ററും കുറച്ച് അധികം കൂടെ വെള്ളമാണ്. ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തൊന്നും കൂടെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മളിത് അടച്ചു വെച്ച് അതിനകത്ത് കിടക്കുന്ന പരിപ്പും അരിയും ബുൾഗുറും എല്ലാം വേവുന്നത് വരെ നമ്മൾ വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വേവ് നോക്കാം. കുറച്ചുകൂടെ വേവാനുണ്ട്. ഇപ്പോൾ വെള്ളം കുറവായതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ വെള്ളം ചേർക്കുകയാണ്. അതാണ്ട് 1/2 ലിറ്റർ വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സൂപ്പ് ചേർക്കാനുള്ള സോസ് തയ്യാറാക്കാം. അതിനായിട്ടൊരു പാത്രം അടുപ്പി വെച്ചിട്ട് അതിലോട്ട് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഒരു ടേബിൾ സ്പൂൺ അടുപ്പിച്ച് ഒലിവ് ഓയിൽ മതിയാവും. പിന്നെ അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ബട്ടർ, പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റ്. ഇത്രയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുക. അത് ഓരോ ആൾക്കാരുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്താൽ മതി, എരിവിനനുസരിച്ച്. ഞാൻ ഇതിനകത്തൊരു 3 ടീസ്പൂണോളം ചേർക്കുന്നുണ്ട്. ഒരു 2 ടീസ്പൂൺ പുൽബിബാർ അല്ലാന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി ഫ്ലേക്സ് ചേർക്കുക. പിന്നെ 2 ടീസ്പൂൺ നാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിന്റിന്റെ പൊടിയാണ്. ഇത് 2 ടീസ്പൂൺ ചേർക്കുക. ഈ സൂപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് നാനയാണ്. പിന്നെ കുറച്ച് വെള്ളം ചേർക്കുക. നമ്മൾ മുമ്പേ ചെയ്ത് വെച്ചിരുന്ന സോസ് അതിൽ മിക്സ് ചെയ്യുക. വീണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളുടെ സൂപ്പ് തയ്യാറായിട്ടുണ്ട്.
കട്ടി കൂടുതൽ തോന്നുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. ലാസ്റ്റ് നമ്മൾ ഒരു അര നാരങ്ങ നീര് അതിൽ ചേർക്കുക. നാരങ്ങ നീര് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തിളപ്പിക്കല്ല, അടച്ചു വെച്ചിട്ട് തീ ഓഫ് ചെയ്യുക. 5 മിനിറ്റ് നേരം നമ്മൾ അടച്ചു വെച്ചിരിക്കുക. അപ്പോൾ നമ്മളുടെ എസോഗലിൻ ചോർബ എന്ന് പറയുന്ന സൂപ്പ് തയ്യാറായിട്ടുണ്ട്. ഇവിടെ സൂപ്പ് കുടിക്കുന്ന രീതി 2 രീതിയിൽ കുടിക്കും. വെറും സൂപ്പായിട്ട് കുടിക്കാൻ കഴിയും. അല്ലാത്തുള്ളവർ ഈ ബ്രെഡിനെ ഇതുപോലെ എടുത്തിട്ട് ചെറിയ ചെറിയ പീസുകളായിട്ട് അവരിങ്ങനെ സൂപ്പിലിടും. അതിനുശേഷം സ്പൂൺ കൊണ്ട് നമ്മൾ ഈ ബ്രെഡും ഈ സൂപ്പും കൂടെ ചേർന്ന് കുടിക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ എടുത്തിട്ട് ഇങ്ങനെയാണ് ഇവിടെ ഉള്ളവർ ഈ സൂപ്പ് കുടിക്കുന്നത്. സൂപ്പ് മാഷാല്ലാ നല്ല അടിപൊളി ടേസ്റ്റിയാണ്. അപ്പോൾ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പാണ്. നിങ്ങളെല്ലാം വീഡിയോയിൽ ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് മുഖേന എന്നെ അറിയിക്കുക. ഇൻഷാ അല്ലാ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം. ഹോസ്റ്റിക്കാൽ.